ശിവശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ദിവസവും പണം കുമിഞ്ഞു വരുന്ന ഒരു മാന്ത്രിക വിദ്യയെക്കുറിച്ചാണ്. മാന്ത്രിക വിദ്യ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ലക്ഷ്മി മന്ത്രം കൊണ്ടുള്ള വീട്ടിൽ സ്വയം വിളക്ക് തെളിയിച്ച് ഒരു ദീപം തെളിയിച്ച് മൺചട്ടിക്കകത്തൊരു ദീപം തെളിയിച്ച് ചെയ്യാവുന്ന ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രാർത്ഥനയാണ്. അതിനൊരു മന്ത്രവുമുണ്ട്. ആ ഒരു വിളക്കിൽ ദീപം തെളിയിച്ചൊരു പ്രത്യേക രീതിയിലാണ് അത് ചെയ്യേണ്ടത്. അങ്ങനെ വീട്ടിൽ ചെയ്യാവുന്ന അല്ലെങ്കിൽ എവിടെ ഇരുന്ന് ചെയ്യാവുന്ന ഒരു നല്ല കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ പറയത്തുള്ളൂ. മന്ത്രം കൊണ്ടുള്ള ഒരു ലക്ഷ്മി മന്ത്രമുണ്ട് ഇതിൻ്റെ അകത്ത്. അത് പ്രയോഗിക്കേണ്ട ഒരു രീതിയുണ്ട്. പിന്നെ അല്പം ചുവന്ന കോട്ടൺ തുണി വേണം. അത് നമ്മൾ അതുകൂടെ അതിലിരുന്നാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഏതൊരാൾക്കും വീട്ടിൽ ചെയ്യാവുന്ന നല്ല രീതിയിലുള്ളൊരു പ്രാർത്ഥനയാണ്. അങ്ങനെയുള്ള കാര്യം ഞാൻ പറയാറുള്ളൂ. ഇത് ആർക്കും ചെയ്യാം, നല്ല കാര്യമാണ്. മന്ത്രം കൊണ്ടുള്ള ഒരു വിദ്യ ആയതുകൊണ്ടാണ് മാന്ത്രികം എന്ന് പറഞ്ഞത്, അല്ലാതെ മറ്റു രീതിയിലുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ലക്ഷ്മി മന്ത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു വിദ്യയാണ്. അതിൻ്റെ അത് മന്ത്രം വരുന്നുണ്ട്, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ലല്ലോ. ഇല്ലെങ്കിൽ വിട്ടേക്കുക. പക്ഷേ ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ചെയ്യുന്നവരെല്ലാം സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു ദിവസം കൊണ്ട് വലിയ മാറ്റം ഉണ്ടാകുമെന്നല്ല ഞാൻ പറയുന്നത്. ദിവസവും ഇത് ചെയ്താൽ, ഇനിയും ദിവസം ചെയ്യാൻ പറ്റാത്തൊരു വെള്ളിയാഴ്ചകൾ ചെയ്യാം, ദിവസം ചെയ്യാൻ പറ്റുന്നൊരു ദിവസവും ചെയ്യുക. സാമ്പത്തികമുണ്ടായ ആളുകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞു തരുന്നത്. ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത് ചെയ്ത് നല്ല കാര്യമാണ്, ഏറ്റവും നല്ല കാര്യമാണ്, നല്ല രീതിയിലുള്ളൊരു പ്രാർത്ഥനയാണ്. പിന്നെ അത് ചെയ്യേണ്ട ഒരു സമയമുണ്ട്, നമ്മൾ ഇരിക്കേണ്ട ഒരു ദിക്കുണ്ട്, പിന്നെ ചൊല്ലേണ്ട ഒരു നല്ല മന്ത്രമുണ്ട്. എല്ലാം നല്ല കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മുഴുവൻ കേൾക്കണം. കേട്ടിട്ട് നിങ്ങൾ ദിവസവും ചെയ്തോളുക. ഇത് ഞാനിന്ന് ഇട്ടുതരാൻ കാര്യം സാമ്പത്തികം ഒരു വലിയ വിഷയം തന്നെയാണ്. അപ്പോൾ ഇന്ന് ടി വിക്കകത്ത് ഞാനൊരു ന്യൂസ് കണ്ടു. ഒരു സാമ്പത്തിക പ്രതിസന്ധിയുള്ള ഒരു കുടുംബത്തിനുണ്ടായ ഒരു ബുദ്ധിമുട്ടുകളും ആ കുടുംബം അനുഭവിക്കുന്ന ചില കാര്യങ്ങളും ആ കുടുംബത്തിനൊരു തകർച്ചയൊക്കെ. അപ്പോഴിത് എപ്പോഴും എന്നും ന്യൂസ് കാണുന്നുണ്ട്. പക്ഷേ അത് എൻ്റെ മനസ്സിനെ വളരെ വേദനിപ്പിച്ചു. എന്തോ എനിക്ക് വളരെ ഒരു വിഷമം തോന്നി. ഞാൻ ചോറിനോണ്ടിരിക്കുമ്പോഴാണ് ടി വിക്കകത്ത് ന്യൂസ് കാണുന്നത്. അപ്പം ഞാൻ എത്രയോ നല്ല കാര്യങ്ങൾ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട്. ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന നല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയാറുള്ളൂ. അത് ചെയ്തവരെല്ലാം നല്ലതായിട്ട് ചെയ്തവർ, മനസ്സിലാക്കി ചെയ്തവർക്കെല്ലാം സാമ്പത്തികം ഉണ്ടായിട്ടുമുണ്ട്. അതിൻ്റെ അനുഭവങ്ങൾ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലരൊട്ട് കാണത്തില്ല, ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ കേൾക്കത്തില്ല. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് എല്ലാവർക്കും ഈ സ്വർണ്ണലക്ഷ്മി മന്ത്രം കൊണ്ടുള്ള, നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതല്ല, ഇത് സ്വർണ്ണലക്ഷ്മി മന്ത്രം തന്നെ ഉപയോഗിക്കുന്ന വേറൊരു വിദ്യയാണ്. സ്വർണ്ണലക്ഷ്മി മന്ത്രം കൊണ്ടുള്ള നേരത്തെ പറയാത്തൊരു വിദ്യയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ വിദ്യ ചെയ്യുന്നവർക്ക് തന്നെ സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് വേറൊരു വിദ്യയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ പരിശ്രമിക്കുകയും കൂടെ ചെയ്യണം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മളെ ചുറ്റും നോക്കിയാൽ കാലും കയ്യും ഇല്ലാത്തവർ വരെ അവർ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റൊന്നുമല്ല ഉദ്ദേശിച്ചത്, അതും ഒരു മഹത്വമാണ്. അവർക്ക് ഈശ്വരൻ പല പോരായ്മകളും കൊടുത്തിട്ടുണ്ടെങ്കിലും അവരതിനെയൊക്കെ അതിജീവിച്ച് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഞാൻ ഹൃദയം കൊണ്ട് നമിക്കുന്നു. അങ്ങനെയുള്ളവർ ജീവിക്കുന്നുണ്ട്, അവരുടെ പോരായ്മകളെ അതിജീവിച്ച്. പക്ഷേ നിങ്ങൾക്ക് ഈശ്വരൻ ആരോഗ്യം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കാലും കൈയും ഒക്കെ ഉണ്ട്. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? നിങ്ങൾക്കും ഏറ്റവും നല്ലതായിട്ട് ജീവിക്കാൻ സാധിക്കും. നിങ്ങൾ പലപ്പോഴും പരാജയപ്പെടുന്നത് മനസ്സ് വിഷമിക്കുന്നതുകൊണ്ടാണ്, മനസ്സ് പോകുന്നതുകൊണ്ടാണ്. അല്ല, നിങ്ങളെക്കൊണ്ട് അതിനെ അതിജീവിക്കാൻ പറ്റാഞ്ഞിട്ടല്ല. അതിന് ഈശ്വരനെ വിളിക്കുക, നന്നായിട്ട് പരിശ്രമിക്കുക, നന്നായിട്ട് ജീവിക്കുക. ഈശ്വരൻ തന്ന ജീവൻ എടുക്കാൻ ഈശ്വരന് മാത്രമേ അധികാരമുള്ളൂ. നമ്മൾ ഒരിക്കലും അത് ചെയ്യരുത്. ചെയ്താൽ അതിൻ്റെ പോരായ്മകൾ നമ്മൾ ആ ഈശ്വരൻ്റെ മുന്നിൽ അതിന് കണക്ക് പറയേണ്ടി വരും. ഇത് നമുക്ക് ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടുന്ന ആ അറിവാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഈശ്വരൻ തരുന്ന ജീവൻ ഈശ്വരന് മാത്രമേ എടുക്കാൻ അധികാരമുള്ളൂ. നമ്മൾ പ്രായമായി നമ്മൾ സ്വതവേ മരിക്കും. അതാണ് ചെയ്യേണ്ടത്. അതുവരെ നമ്മൾ ജീവിക്കണം. നമ്മൾ ജീവിച്ച് നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിലെല്ലാം ജീവിതത്തിൽ നന്മകൾ ചെയ്യാനും ശ്രമിക്കണം.
എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ മഹാലക്ഷ്മിയുടെ രഹസ്യവിദ്യ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏതൊരാൾക്കും സ്വർണ്ണലക്ഷ്മിയുടെ വിദ്യയാണ്, എല്ലാവരുടെയും ഗുണം തരുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ ഇത്ര ഒരു പ്രാർത്ഥനയോടുകൂടി ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇതൊന്നും അതേ ആളുകൾ കാണത്തില്ല. ആളുകളൊക്കെ ഈ ആവശ്യമില്ലാത്ത മണ്ടത്തരങ്ങളുടെയും പൊട്ടത്തരങ്ങളുടെയും ഒക്കെ പുറകെ ഒരു പ്രയോജനം കിട്ടത്തുമില്ല. ഇത് നിങ്ങൾ ചെയ്തു നോക്കുക. ഞാൻ പറയുന്ന ഏതൊരു കാര്യവും ജീവിതം മാറ്റിയിട്ടുണ്ട്, ഏതൊരാളുടെയും ജീവിതം മാറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അത് എനിക്ക് പറയാനേ പറ്റത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് കാണാത്തതിനെ മറ്റുള്ളവർ കാണുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കാണാത്തവർക്കും ഇതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കയറി പറയുന്നത് ചിലപ്പം ചിലർ സ്വീകരിക്കത്തില്ല, അവർക്ക് പുച്ഛമായിരിക്കും. ആവശ്യക്കാർ അതുപോലെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ നല്ല കാര്യം പറഞ്ഞു കൊടുക്കണം. രക്ഷപ്പെടുന്നവർ രക്ഷപ്പെടട്ടെ. അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നവർ നിങ്ങളിത് ചെയ്ത് നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദമായിട്ട് പറഞ്ഞാൽ അതിന് മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, പറ്റുന്നവർക്ക് റിപ്ലൈ തരും. കാരണം ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. ഞാൻ 6000 മെസ്സേജൊക്കെയാണ് ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. ഫോട്ടോസ്, കൈയുടെ ഫോട്ടോ ചുമ്മാ ഓരോരുത്തർ അയക്കുന്ന ഗ്രഹനിലയൊക്കെ ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല. അങ്ങനെയാണ് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണം, നമുക്ക് പറ്റുന്ന ഒരു പരിമിതിയുണ്ട്. ഞാൻ ഫ്രീ ആകുമ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് ആളുകൾക്ക് റിപ്ലൈ ചെയ്യും. എന്നിട്ട് ഞാൻ പറയും, ഞാൻ ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളും സ്വയം വീട്ടിൽ ചെയ്യാവുന്ന ഇതുപോലുള്ള നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ. കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഇന്ന് ചെയ്താൽ നാളെ ഫലമൊന്നും കിട്ടത്തൊന്നുമില്ല. അത് ആവർത്തിക്കേണ്ടി വരും. പിന്നെ നിങ്ങൾ താൻ പാതി ദൈവം പാതി. നിങ്ങൾ നല്ലതായിട്ട് പരിശ്രമിക്കുകയും കൂടി വേണം. നിങ്ങൾക്ക് ഈശ്വരൻ തന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുകയും കൂടെ വേണം. അല്ല വീട്ടിൽ ഇരുന്നാൽ ആരും കൊണ്ടൊന്നും തരത്തില്ല. നമ്മൾ താൻ പാതി ദൈവം പാതി. ദൈവത്തെ വിളിക്കണം. അപ്പോൾ ഈശ്വരൻ ബുദ്ധി നൽകും. നമ്മളത് പ്രയോജനപ്പെടുത്തണം. നമ്മൾ എഫേർട്ടുകൾ എടുക്കണം, എങ്കിലേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അത് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ മഹാലക്ഷ്മിയുടെ രഹസ്യവിദ്യ പറഞ്ഞുതരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴിയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ആവശ്യമുള്ളവർ ഇടുക. പറയാൻ റിപ്ലൈ തരും. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. പിന്നെ മുൻഗണനാക്രമത്തിൽ ഒരു ഡേറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. ആ ഡേറ്റിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരും. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. കാരണം വാട്സപ്പിലെ അവർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. അപ്പം ഞാൻ എത്രയും വേഗം ആ കാര്യത്തിലേക്ക് വരാം. സ്വർണ്ണലക്ഷ്മിയുടെ രഹസ്യ ഒരു വിദ്യയാണ് പറയുന്നത്. ഇത് കഴിഞ്ഞ് ഞാൻ അവസാനം തമിഴ് സിദ്ധ ജ്യോതിഷം അനുസരിച്ച്, DNA അസ്ട്രോളജി അനുസരിച്ച് ചില നാളുകാരുടെ അറിയേണ്ട ചില കാര്യങ്ങളും അവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. കഴിവതും അതും മിസ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും. എനിക്കതേ പറയാനുള്ളൂ. ഞാൻ പറയുന്നതെല്ലാം സത്യസന്ധമായിട്ടാണ്. അത് എൻ്റെ സംസാരത്തിൽ, അല്ലെങ്കിൽ എൻ്റെ കണ്ണുകളിൽ, അല്ലെങ്കിൽ എൻ്റെ സംസാരത്തിൽ അത് കാണുന്നവർക്ക് മനസ്സിലാകും. ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത്, അല്ലാതെ മനസ്സിൽ നിന്നല്ല. അത്ര ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്കത് തീർച്ചയായിട്ടും ആ അവസാനം വരെ കാണാൻ ശ്രമിക്കണം എന്ന് ഞാൻ പറയത്തുള്ളൂ. നിങ്ങളുടെ ഇഷ്ടമാണ്, കാണുമോ കാണാതിരിക്കുമോ. പക്ഷെ കാണുന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം ഇന്നലെ നാളെ ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഈ തമിഴ് സിദ്ധ ജ്യോതിഷം അനുസരിച്ചുള്ള ചില നക്ഷത്രങ്ങളിലെ പ്രത്യേകതകൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ട ചില വഴിപാടുകളും പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം സ്വർണ്ണലക്ഷ്മി വിദ്യ ഇതുവരെ പറഞ്ഞുതരാം. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ കുളി കഴിഞ്ഞ് ഇത് എപ്പോൾ വേണേലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ രാവിലെ ചെയ്യണം, വൈകിട്ട് ചെയ്യണ്ട. രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ്, ഇനിയിപ്പോൾ രാവിലെ ചെയ്യാൻ സമയമില്ലാത്തവർക്ക് വൈകിട്ട് ചെയ്യാം, അതിൻ്റെ അത് കുഴപ്പമില്ല. 2 നേരം ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും രാവിലെ ഉറപ്പായിട്ടും ചെയ്യുക കേട്ടോ. പിന്നെ ഇത് 5:30 ചെയ്യുവാണെങ്കിൽ അങ്ങനെ ചെയ്തവർക്ക് പെട്ടെന്ന് ഫലം ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ 5:30 പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്താൽ മതി. അങ്ങനെ ചെയ്തവർക്കും ഫലം ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ 5:30 ചെയ്യാൻ പറഞ്ഞു ചിലർ ചോദിക്കും, സാറേ 4:30 ചെയ്യാമോ? അതിനൊന്നും കുഴപ്പമില്ല, എപ്പം വേണമെങ്കിലും ചെയ്യാം. 5:30 ചെയ്യുന്നവർക്ക് കുറച്ച് ഫലം കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. 5:30 5:45 ചെയ്തവർക്ക് അല്പം പെട്ടെന്ന് ഫലം ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ എപ്പം ചെയ്താലും ഫലം ഉണ്ടാകും, ഒരു കുഴപ്പമില്ല. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ചെയ്യേണ്ട സമയം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എപ്പം വേണേലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. രാവിലെയും ചെയ്യാം, വൈകിട്ടും ചെയ്യാം, നിങ്ങൾക്ക് എപ്പം വേണേലും ചെയ്യാം. അപ്പം കുളി കഴിഞ്ഞ് ചെയ്യുക. നിങ്ങളൊരു ചുവന്ന കോട്ടൺ മേടിക്കണം. ചുവന്ന കോട്ടൺ തുണി മേടിക്കുക. അത് നമ്മൾ ജൗളിക്കട പോയാൽ കിട്ടും. പട്ട് വേണ്ട, ചുവന്ന പട്ട് വേണ്ട, ചുവന്ന കോട്ടൺ തുണി മേടിക്കുക. മേടിച്ചിട്ട് ഒരു ചതുരത്തിൽ, അതായത് ഒരു ചതുരത്തിൽ അത് മുറിച്ചിട്ട് നിങ്ങൾക്ക് ഇരിക്കാനും പാകത്തിൽ ഒരു
കോട്ടൺ തുണിയുമാണ് നിങ്ങൾ ഇരിക്കാൻ. പിന്നെ അല്പം കോട്ടൺ തുണി എടുത്ത് മുറിച്ച് നിങ്ങൾ ഒരു തിരിയായിട്ട് തിരി തെറുക്കുക. ചെറിയൊരു തിരി മതി, തിരി തെറുക്കുക. കോട്ടൺ തുണി കൊണ്ട് തന്നെ തിരി തെറുക്കണം, ചുമന്ന കോട്ടൺ തുണി കൊണ്ട്. ഈ ചുമപ്പെന്ന് പറഞ്ഞാൽ കടും ചുമപ്പ്, നല്ല ചുമപ്പായിരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇരിക്കുന്നത് ചുവന്ന കോട്ടൺ തുണി ആയിരിക്കണം. അതിനനുസരിച്ച് നിങ്ങളത് ചതുരത്തിൽ മുറിക്കണം, എന്നിട്ട് അതേ നിങ്ങൾ ഇരിക്കണം. പിന്നെ ചുവന്ന കോട്ടൺ തുണിയിൽ തന്നെ തുണിയെടുത്ത് നിങ്ങൾ അല്പം തുണിയെടുത്ത് ചെറിയ തിരി തെറുക്കുക. ഒരു മൺചട്ടിക്കകത്ത് എള്ളെണ്ണ ഉപയോഗിച്ച് എള്ളെണ്ണ ഒഴിച്ച് അതിനകത്ത് ചെറിയൊരു തിരി തെറുത്താൽ മതി. എന്ന് വെച്ചാൽ തീരെ ചെറുതല്ല, ഒരു കുഴപ്പമില്ലാത്തൊരു തിരി ആ മൺചട്ടിക്കകത്ത് ഇടാൻ പറ്റുക ഒരു തിരി. ചുവന്ന കോട്ടൺ തുണി കൊണ്ട് തന്നെ തിരി തെറുക്കണം. എന്നിട്ട് എള്ളെണ്ണ ഒഴിച്ച് മൺചട്ടി മതി, ചെറിയ മൺചട്ടി. എന്നിട്ട് ആ മൺചട്ടിക്കകത്തോട്ട് എള്ളെണ്ണ ഒഴിച്ചിട്ട് ചുവന്ന കോട്ടൺ തുണി തിരി തെറുത്ത് ഇടുക, വെക്കുക. വെച്ചിട്ട് ഒരു തട്ടത്തിൽ വെക്കണം. എന്നിട്ട് ഇത് ഈ മൺചട്ടി മൺചട്ടിയിലെ ദീപം കിഴക്കോട്ടിരിക്കണം, നിങ്ങൾ പടിഞ്ഞാട്ടിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ പടിഞ്ഞാട്ട് നോക്കിയിരിക്കുക. ഈ തട്ടത്തിൽ വെച്ച മൺചട്ടി നിങ്ങൾ കത്തിക്കണം. ആ ചുവന്ന കോട്ടൺ തുണി കൊണ്ടുള്ള തിരി എള്ളെണ്ണ ഒഴിച്ച് കത്തിക്കുക. എന്നിട്ട് ദീപം കിഴക്കോട്ട് ഒരു ദീപം മതി. ദീപം 2 ദീപമൊന്നും ഉണ്ട്, ഒറ്റ ദീപം മതി. ചെറിയൊരു കോട്ടൺ തുണി, ചുവന്ന കോട്ടൺ തുണി കൊണ്ട് തിരി തീർത്ത് ചെറിയൊരു ദീപം, എള്ളെണ്ണ ഒഴിച്ചാൽ മതി, ചെറിയ മൺചട്ടി. എന്നിട്ട് ആ ദീപം കിഴക്കോട്ട് നോക്കിയിരിക്കണം, നിങ്ങളിരിക്കുന്ന പടിഞ്ഞാട്ടായിരിക്കണം. എന്നിട്ട് നിങ്ങളൊന്ന് കാലും മുഖം കൈയും കഴുകിയിട്ട് ഇരുന്നിട്ട് നിങ്ങൾ ഇനി പറയുന്ന കാര്യം വളരെ ശ്രദ്ധിച്ചു കേട്ടോണം. അവിടെയാണ് കാര്യങ്ങളെല്ലാം കിടക്കുന്നത്. മഹാലക്ഷ്മിയുടെ ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ മഹാലക്ഷ്മി കുടത്തിനകത്തുനിന്ന് സ്വർണ്ണ നാണയം വീഴുന്ന ഫോട്ടോയുണ്ട്. ആ ഫോട്ടോ മനസ്സിൽ കൊണ്ടുവരിക. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോട്ടോ നിങ്ങളുടെ വീട്ടിൽ വെക്കുക. നിങ്ങളത് മനസ്സിൽ കൊണ്ടുവരിക. ഫോട്ടോ വെച്ചാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇത് ചെയ്യുന്ന സമയം ആ ചിത്രം വരണം. ആ മഹാലക്ഷ്മിയുടെ ചിത്രമൊന്നുമല്ല, മഹാലക്ഷ്മിയെ തന്നെ നിങ്ങൾ കാണണം. മഹാലക്ഷ്മിയുടെ കയ്യിരിക്കുന്ന കുടത്തിൽ നിന്ന് സ്വർണ്ണ നാണയം താഴേക്ക് വീണുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴേ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മഹാലക്ഷ്മി നമ്മളുടെ ആചാരപ്രകാരം, നമ്മളുടെ വിശ്വാസപ്രകാരം സമ്പത്തിൻ്റെ ദേവതയാണ് മഹാലക്ഷ്മി. പിന്നെ മഹാലക്ഷ്മി, ഞാൻ എൻ്റെ കഴിവ് കൊണ്ടല്ല പണം ഉണ്ടാക്കുന്നത്, മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് പണം വരുന്നത്. അങ്ങനെ ചിന്തിക്കണം. അപ്പം മഹാലക്ഷ്മിയുടെ കുടത്തിൽ നിന്ന് വരുന്ന ആ ധനമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കുന്നതല്ല എന്ന് സങ്കല്പിച്ചുകൊണ്ട് തന്നെ ഈ മന്ത്രം ജപിക്കുക. ഓം ഹ്രീം ശ്രീം സ്വരണലക്ഷ്മീം ശ്രീം ഹ്രീം ഫട്ട്. ഈ മന്ത്രം എല്ലാവർക്കും അറിയാം. കാരണം സ്വർണ്ണലക്ഷ്മി മന്ത്രത്തെക്കുറിച്ച് മറ്റൊരു വിദ്യ ഞാൻ വേറെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്തവർക്ക് ബലവും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ എന്നാലും ഒന്നുകൂടി വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടാം. സ്വർണ്ണലക്ഷ്മി എന്ന് ജപിക്കരുത്, സ്വരണലക്ഷ്മി എന്നേ ജപിക്കാവുള്ളൂ. രായ അവിടെ വരേണ്ടത്, സ്വരണലക്ഷ്മി കേട്ടോ. അതാ അതിൻ്റെ രഹസ്യം. അപ്പം മന്ത്രം ഞാൻ ഒന്നുകൂടെ ജപിക്കാം. ഇത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയും കൂടെ ഇടാം. അതുകൂടെ നിങ്ങളൊന്ന് നോക്കിയേക്കണം. ഓം ഹ്രീം, ഹായാണ്, കാ ജപിക്കരുത്. ഓം ഹ്രീം ശ്രീം സ്വരണലക്ഷ്മീം ശ്രീം ഹ്രീം ഫട്ട്. സ്വർണലക്ഷ്മിയും പൂജ്യമുണ്ട് കേട്ടോ. സ്വർണലക്ഷ്മീം ശ്രീം ഹ്രീം ഫട്ട്. ഇവിടെ എല്ലാം ഹ്രീം എന്നുള്ളത് കായില്ല ഒരിടത്തും കേട്ടോ. ഞാൻ എഴുതിയിടാം വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടാം. അതിവിടെ നോക്കിയിട്ടേ ജപിക്കാവുള്ളൂ. ഇത് മിക്കവർക്കും അറിയാം, എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. പക്ഷേ അവർ ഈ സ്വർണ്ണലക്ഷ്മി മന്ത്രം കൊണ്ടുള്ള വേറെ വിദ്യ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് വേറൊരു വിദ്യയാണ്. ഇത് നിങ്ങൾ ആവശ്യമുള്ളവർ ചെയ്യുക. ഇത് കുറേ സാമ്പത്തികമായിട്ടുള്ള പെട്ടെന്ന് മാറ്റം വരാൻ വേണ്ടി പറയുന്നതാണ്. കാരണം ഇത് പെട്ടെന്ന് കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് കരുതി പറയുന്നതാണ്. കുറച്ചുകൂടി ഒരു പവർഫുള്ളായിട്ടുള്ള വിദ്യയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഈ മന്ത്രം വാ കൊണ്ട് ഉച്ചരിക്കണം. ഉച്ചരിക്കുമ്പോൾ ഈ മഹാലക്ഷ്മിയുടെ കയ്യിലുള്ള കുടത്തിൽ നിന്ന് സ്വർണ്ണ നാണയം നിങ്ങളുടെ മുന്നിലേക്ക് വീഴുന്നതായിട്ട് മനസ്സുകൊണ്ട് സങ്കല്പിച്ചാൽ മതി. ഇതെല്ലാം കണ്ണു തുറന്നാണ് ചെയ്യുന്നത്, കണ്ണു തുറന്നാണ്, മനസ്സുകൊണ്ട് സങ്കല്പിച്ചാൽ മതി. അങ്ങനെ സ്വർണ്ണ നാണയം വീഴുന്നതായിട്ട് സങ്കല്പിച്ച് ഈ മന്ത്രം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ജപിക്കുക. ഒരു 3 തവണ അല്ലെങ്കിൽ 1 മിനിറ്റ് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ജപിക്കുക. അപ്പോൾ ഇത് ജപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ ശിവായ നമ എന്ന്
ഒരു 3 തവണ ജപിക്കണം, ഹൃദയത്തിൽ ശിവലിംഗം ധ്യാനിച്ച്. എന്നിട്ട് നമഃശിവായ എന്ന് 3 തവണ ജപിക്കണം. ഈ 2 കാര്യങ്ങളോട് ചെയ്തിട്ട് വേണം സ്വർണ്ണലക്ഷ്മി മന്ത്രം ജപിക്കാൻ. അപ്പോൾ അവിടെ ഒന്നും ഓം ചേർക്കുന്നില്ല. ഹൃദയത്തിലൊരു, കാരണം ഇത് ശിവവിദ്യയാണ്, ഭഗവാനെ ആദ്യം സ്മരിക്കണം. ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഹൃദയത്തിലൊരു ശിവലിംഗം ധ്യാനിച്ച് കണ്ണ് തുറന്നുകൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്യുന്നത്. ശിവായ നമ എന്ന് മനസ്സിൽ 3 തവണ ജപിക്കുക, പിന്നെ നമഃശിവായ എന്ന് 3 തവണ ജപിക്കുക, വീണ്ടും ശിവായ നമ എന്ന് 3 തവണ ജപിക്കുക. എന്നിട്ട് ഈ വിദ്യ ചെയ്യുക. അപ്പോൾ ഈ വിദ്യക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ആ പറയുന്ന പോലെ ചെയ്യും. എന്നിട്ട് സ്വർണ്ണലക്ഷ്മി മന്ത്രം ജപിക്കണം. സ്വർണ്ണലക്ഷ്മി മന്ത്രം ജപിക്കുമ്പോൾ ആ കുടത്തിൽ നിന്നും സ്വർണ്ണ നാണയം നിങ്ങളുടെ മുന്നിലേക്ക് അല്ലെ നിങ്ങളിലേക്ക് വീഴുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കണം, ഇതെൻ്റെ പണമല്ല, ഇത് മഹാലക്ഷ്മിയുടെ പണമാണ്, ഇത് ഒരിക്കലും അവസാനമില്ല എന്നുകൂടി ചിന്തിക്കണം. കാരണം ഇതേ രീതിയിൽ ചെയ്തവർക്ക് സാമ്പത്തികം അതുപോലെ ഉണ്ടായ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കണമെന്ന് കൂടി ഞാൻ പറഞ്ഞു തരുന്നത്. കാരണം അങ്ങനെ ആണ് പറഞ്ഞു കൊടുത്തത്. അത് അങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് അതിൻ്റെ ഗുണമുണ്ടായി, അവർക്ക് സാമ്പത്തികം നല്ലതായി വന്നു എന്ന് അവർ തന്നെ പറയുന്നു. അങ്ങനെ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചിന്തിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഒരു സങ്കല്പം, നമ്മുടെ ചിന്തയ്ക്ക് പ്രാധാന്യമുണ്ട്. ഇങ്ങനെ ചിന്തിച്ച് ഈ വിദ്യ ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. ഇത് നിങ്ങൾക്കൊരു 5 മിനിറ്റോ 3 മിനിറ്റോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഇത് രാവിലെ ചെയ്യുക, നിത്യേന വേണം നിങ്ങൾക്ക് ചെയ്യാം. ഇനിയും ഇപ്പം നിത്യേന ചെയ്യാൻ പറ്റാത്തവർക്ക് വെള്ളിയാഴ്ച ചെയ്താൽ മതി. ഇനി നിത്യേന ചെയ്യാൻ പറ്റുന്നവർ നിത്യേന ചെയ്യുക. ഇനി രാവിലെയും വൈകിട്ടും ചെയ്യാൻ പറ്റുന്നവർ രാവിലെയും വൈകിട്ടും ചെയ്യുക. ഇനി രാവിലെ മാത്രമേ പറ്റത്തുള്ളെങ്കിൽ രാവിലെ മാത്രം ചെയ്യുക. വെള്ളിയാഴ്ചയാണെങ്കിൽ നെയ്യ് ഒഴിച്ച് വേണം വിളക്ക് തെളിയിക്കാൻ, വെള്ളിയാഴ്ച മാത്രം. ബാക്കി എല്ലാ ദിവസവും എള്ളെണ്ണ തന്നെ ഉപയോഗിക്കാം. ഇത് ഇപ്പോൾ സ്വർണ്ണലക്ഷ്മിയുടെ മന്ത്രം ജപിച്ചു. ഇനിയും ഒരു കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മളൊരു 3 തവണയോ ഒക്കെ സ്വർണ്ണലക്ഷ്മി മന്ത്രം ജപിച്ചെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ ഓം ഹ്രീം ശ്രീം സ്വരണലക്ഷ്മീം ശ്രീം ഹ്രീം ഫട്ട് എന്നല്ലേ ജപിച്ച്. ഇനി ഒരു രഹസ്യവിദ്യയും കൂടെ പറഞ്ഞുതരാം. ഇത് ആരും പറഞ്ഞു തരത്തില്ല, ഒരു പടിയും കൂടെ കടന്ന് ഞാൻ പറഞ്ഞു തരുക. ഇതൊക്കെ സൂക്ഷ്മ വിദ്യ. ഇനിയും പറയാൻ പോകുന്നത് ആ മഹാലക്ഷ്മിയുടെ നമ്മളിങ്ങനെ സങ്കല്പിക്കുമല്ലോ, അമ്മയുടെ ആ മൂക്കിൻ്റെ താഴെയെന്ന് ആ ശ്വാസമെന്ന് തന്നെ സങ്കല്പിച്ചു. ആ ശ്വാസം നിങ്ങളിലേക്ക് വന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്ന് ഹൃദയത്തിൽ ആ ശ്വാസം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അമ്മയുടെ ശ്വാസം വന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്പർശിച്ചതായിട്ട് സങ്കല്പിച്ച് നിങ്ങൾ ഓമില്ലാതെ മനസ്സിൽ ഹ്രീം ശ്രീം സ്വരണലക്ഷ്മീം ശ്രീം ഹ്രീം ഫട്ട് എന്ന് ജപിക്കുക. കാരണം അമ്മയുടെ അപാരമായ ആ ഒരു ഊർജത്തെ നമ്മുടെ ഹൃദയചക്രമായിട്ട് കണക്ട് ചെയ്യുവാണ്. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ ശ്വാസത്തിലൊന്നും നമ്മൾ ചെയ്തില്ല. ശ്വാസം എടുക്കുകയും കൂടുതൽ സാധാരണ പോലെ ചെയ്യാം. നമ്മൾ സങ്കല്പിക്കുക അമ്മയുടെ ആ മൂക്കിൻ്റെ അവിടെ നിന്നുള്ള അമ്മയുടെ ശ്വാസഗതി, അമ്മയെ നമ്മൾ സങ്കല്പിക്കുക. ശ്വാസഗതി, ആ ശ്വാസം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് ഹൃദയത്തിലേക്ക് കയറി ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുമ്പോൾ അതിനൊരു സ്വർണ്ണ നിറം കൊടുക്കണം. എന്നിട്ട് ഓം ഇല്ലാതെ മനസ്സിൽ ഹ്രീം ശ്രീം സ്വരണലക്ഷ്മീം ഹ്രീം ശ്രീം ഫട്ട് ഒന്നുകൂടെ പറയാം. ഓം ഇല്ലാതെ ജപിക്കണം. അപ്പോൾ മനസ്സിൽ ജപിച്ചാൽ മതി. അപ്പോൾ കണ്ണുകൾ അടയ്ക്കാം. ആ മഞ്ഞ നിറം ധ്യാനിക്കുമ്പോൾ ഓം ഇല്ലാതെ ഹ്രീം ശ്രീം സ്വരണലക്ഷ്മീം ശ്രീം ഹ്രീം ഫട്ട് എന്ന് മനസ്സിൽ 3 തവണ ജപിക്കുക. അതിൽ അല്പനേരം ലയിച്ചിരിക്കുക. എന്നിട്ട് കണ്ണ് തുറക്കുക. ഇത് നിത്യേന നിങ്ങൾ ചെയ്തു. ലക്ഷ്മി നിങ്ങളിൽ ഇതൊരു രഹസ്യ വിദ്യയാണ്. നിങ്ങൾക്കെല്ലാം തരും. ഇതിനപ്പുറത്ത് യാതൊന്നുമല്ല. ഇന്ന് എനിക്ക് ആ ന്യൂസൊക്കെ കണ്ടപ്പോൾ കുറേ വിഷമം തോന്നി. അതുകൊണ്ടാണ് ഇതുപോലെയുള്ളൊരു വിദ്യ പറഞ്ഞു തന്നേക്കാന്ന് വിചാരിച്ചത്. ഞാൻ പറഞ്ഞു തന്ന ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ചെയ്തിട്ടുണ്ട്. ഒരുപാട് അത് സമ്പന്നരായിട്ടുള്ളവരുണ്ട്, സാധാരണക്കാരുണ്ട്, ഒക്കെ ഒരുപാട്. ഇന്ന് ഒരു മെസ്സേജ് വാട്സപ്പിൽ വന്നു. ഓസ്ട്രേലിയക്ക് പോകാൻ വേണ്ടി ഒരു കുട്ടി
പലിക്ക് പലവിധ തടസ്സങ്ങളായിരുന്നു. ഞാൻ പറഞ്ഞ ഭദ്രകാളിയുടെ വിദ്യ പുള്ളി ചേറനോടെ ചെയ്ത് ആ തടസ്സം മാറി, അതിൻ്റെ തടസ്സം മാറിയ കാര്യം നടന്നതായിട്ട് വലിയ സന്തോഷം. വേറൊരാൾ, അവർക്ക് ഒരുപാട് ആളുകൾ എതിര് നിന്ന ഒരു കാര്യം അവരെല്ലാം അനുകൂലമാക്കി ശിവവിദ്യ ചെയ്തു. അപ്പോൾ അത് എന്തോ ചെയ്യുന്നതൊക്കെ എന്നോട് വാട്സപ്പിൽ പറയുന്നുണ്ട്, വാട്സപ്പിൽ കിടപ്പുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നില്ലെന്നുള്ളൂ, ഇപ്പോഴും വാട്സപ്പിൽ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞ ഒരു ശിവവിദ്യ ചെയ്ത്, ഞാൻ പല ശിവവിദ്യ പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നുണ്ട് അവരേതാ ചെയ്തതെന്നൊക്കെ, അത് വാട്സപ്പിൽ കിടപ്പുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു തന്നതിൽ ഒരു ശിവവിദ്യ ചെയ്ത് അവർക്ക് എല്ലാവരും അനുകൂലമായി. അവർക്കൊക്കെ അത് കോടി നന്ദികൾ പറഞ്ഞാണ് വാട്സപ്പിൽ ഇട്ടേക്കുന്നത്. അതെല്ലാം എൻ്റെ വാട്സപ്പിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. വലിയ സന്തോഷം. നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അതുപോലെയാണ് ഞാൻ പറയുന്ന ഓരോ കാര്യവും. അവിടെ ഇനി നക്ഷത്രങ്ങളുടെ ചില രഹസ്യങ്ങൾ പറയാം. അത് നിങ്ങൾ അറിയേണ്ട കാര്യമാണ് കേട്ടോ. അത് അറിയുന്നതുകൊണ്ട് ഗുണമുണ്ടാകും. താമസിച്ചറിഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം തൊട്ടേ അറിഞ്ഞാൽ അത് പല ആപത്തുകളെ ഒഴിവാക്കാൻ പറ്റും. അവിടെ ആദ്യം നക്ഷത്രങ്ങളുടെ രഹസ്യം പറയുന്നതിന് മുമ്പ് ചില നക്ഷത്രക്കാർ, ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നത് മെയ് 2025. അപ്പോൾ ഇപ്പോൾ മുതലെങ്കിലും മുന്നോട്ട് ഒരു 6 മാസം അല്ലെങ്കിൽ 8 മാസം ചില നക്ഷത്രക്കാർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് പറഞ്ഞിട്ട് DNA അസ്ട്രോളജി അനുസരിച്ചുള്ള ചില നക്ഷത്രങ്ങളുടെ രഹസ്യം പറഞ്ഞുതരാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട നക്ഷത്രങ്ങൾ ആരൊക്കെയാണെന്നറിയോ? ഉത്രം, പൂരം, മകം, അശ്വതി, ഭരണി, ഉത്രട്ടാതി, രേവതി, പൂരാടം, മൂലം. ഈ നക്ഷത്രക്കാർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? യാത്ര, വാഹനം ഉപയോഗിക്കുമ്പോൾ, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ, പൊക്കമുള്ള സ്ഥലങ്ങളിൽ കയറുമ്പോൾ, കുളിമുറി കയറുമ്പോൾ, ഇതൊക്കെ തെന്നി വീഴാതെ അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. ഒഴിവാക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. ഞാൻ അതിനു വേണ്ടിയാണ് പറഞ്ഞുതരുന്നത്. കാരണം ചില ദോഷ സമയങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ചില ആപത്തുകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. എന്ന് വെച്ചാൽ ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകുമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ പല വീഴ്ചകളോ അല്ലെങ്കിൽ ചെറിയ അപകടങ്ങളോ ഒക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഗുണമുണ്ടാകും. കാരണം ഈ ദോഷ സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ പറഞ്ഞ ഒരു പൂരംകാരൻ, ഇത് തന്നെ ഞാൻ നേരത്തെ വേറെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ കാണുന്നവർക്കറിയാം. പൂരംകാരൻ വീണ് നടുവിന് നല്ല പരിക്ക് പറ്റി. ഒരു ഉത്രട്ടാതിക്കാരൻ വീണ് കാലിന് പരിക്ക് പറ്റി. ഞാൻ പറഞ്ഞതൊക്കെ കറക്റ്റായിട്ട് പലർക്കും സംഭവിച്ചു കഴിഞ്ഞു. ഈ കാര്യം നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാനൊരു 3-4 മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഇനിയെങ്കിലും കുറച്ചാളുകൾക്കെങ്കിലും ഒരു വീഴ്ചകൾ ഉണ്ടാകരുതേ എന്ന് കരുതി പറയുന്നതാണ്. അപ്പോൾ ഈ നക്ഷത്രക്കാർ എന്ത് ശ്രദ്ധിക്കണം? കഴിഞ്ഞ ദിവസം പുത്തങ്കാവിലമ്പലത്തിൽ വന്നപ്പോൾ രേവതിക്കാരൻ, ഒരു നക്ഷത്രക്കാരൻ, കൊച്ചിയിൽ നിന്ന് വന്നതാണ് അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടിയിൽ നിന്ന് അപകടങ്ങൾ ഉണ്ടായി. ഞാൻ 3-4 മാസമായിട്ട് ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കണമെന്ന്. അപ്പോൾ അവർക്കൊക്കെ അനുഭവം, അത് എല്ലാവർക്കും അനുഭവം ഉണ്ടാകണമെന്നില്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഒഴിവാക്കാം. എങ്കിലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സമയം അല്പം നല്ലതല്ലാത്തതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം വാഹനം ശ്രദ്ധിക്കണം, വീഴ്ചകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം, ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നിപ്പോൾ ഒരു ഉത്തരംകാരന് ചെറിയ ആരോഗ്യ പ്രശ്നമായിട്ട്, ഇതെല്ലാം ഞാൻ നേരത്തെ ഇന്ന് ആളുകാർ പറഞ്ഞ അത് പുള്ളി വെച്ചുകൊണ്ടിരുന്ന ആശുപത്രിയിൽ കൊണ്ടുപോയാലും കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് ആശുപത്രിയിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാറിക്കളി. വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഈ ദോഷ സമയങ്ങളിൽ നമുക്ക് ആശുപത്രിയിൽ ചിലപ്പോൾ പോകാതെ നമ്മൾ കുറച്ചുകൂടി ഈ അസുഖങ്ങളുണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കും. അതല്ല, നമുക്ക് അസുഖം എപ്പോൾ ഉണ്ടായാലും നമ്മൾ ആശുപത്രിയിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, അത് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. പിന്നെ അപ്പം ഞാൻ പറഞ്ഞു പിന്നെ സാമ്പത്തിക ബ്ലോക്കുകൾ, കലഹം, വഴക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കേടാകുക, അതൊക്കെ ശ്രദ്ധിച്ചാൽ ഇപ്പം ഈ നാളുകളിൽ ഏതെങ്കിലും ഒരാളാണെന്ന് വിചാരിച്ചു, ചിലപ്പം ഈ മൊബൈൽ ഉപയോഗിക്കുന്നു, മൊബൈലിൻ്റെ ഗ്ലാസ്സിന് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ 4500 രൂപയൊക്കെയാണ്. ഇത് ചിലപ്പോൾ ഈ സമയങ്ങളിൽ അശ്രദ്ധ കൊണ്ട് തന്നെ താഴെ വീണ് പൊട്ടാം, വെറുതെ 4500 രൂപ പോകും. അപ്പം നിങ്ങൾ ഈ ദോഷ സമയം സമയം അത്ര നല്ലതല്ലാത്തവർ, എന്ന് വെച്ചാൽ മൊത്തം മോശമാണെന്നല്ല പറഞ്ഞു കേട്ടോ, എല്ലാവർക്കും മോശമാണെന്നും അല്ല പറഞ്ഞു ഈ നാളിലുണ്ട്, ചിലർക്കെങ്കിലും. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുന്നതുകൊണ്ട് പൈസ ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ സമയങ്ങളിലാണ് ഈ വീട് സംബന്ധമായിട്ടുള്ള മെയിൻ്റനൻസ് പണികൾ, സാമ്പത്തിക ചിലവുകൾ, അധിക ചിലവുകളൊക്കെ ഉണ്ടാകാം. ഒരു 6-8 മാസത്തേക്കെങ്കിലും മുന്നോട്ട് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് പറഞ്ഞാൽ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ശ്രദ്ധിച്ചാൽ മതി. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണം നിർബന്ധമില്ല. ചിലർക്കെങ്കിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാം. അപ്പം പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നു, ഇപ്പോൾ മഴക്കാലവും കൂടിയാണ്.
അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് സമയദോഷമുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണം. അതാണ് ഞാൻ ഈ നാളുകാരുടെ പേരെടുത്ത് പറഞ്ഞത്. നമ്മൾ എപ്പോഴും നടക്കുമ്പോൾ നല്ല ഗ്രിപ്പുള്ള ചെരുപ്പ് മേടിച്ചിരണം. തെന്നി വീഴുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ആ പ്രതലം തെന്നി കിടക്കുന്നുണ്ട്. 2, നമ്മുടെ ചെരുപ്പിൻ്റെ കുഴപ്പമുണ്ട്. ചെരുപ്പിൻ്റെ കുഴപ്പത്തിന് നമുക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. തെന്നിക്കിടക്കുന്നിടം നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ ഒഴിവാക്കി പോകുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ചെരുപ്പ് നല്ല ഗ്രിപ്പുള്ളത് ഉപയോഗിക്കണം. ചെരുപ്പിൻ്റെ കാര്യത്തിൽ പണം പിശുക്കരുത്, പൈസ പിശുക്കരുത്. ഈ 20 രൂപ ചെരുപ്പും അല്ലെങ്കിൽ 50 രൂപ ചെരുപ്പും അല്ല റോഡ് സൈഡ് 100 രൂപയ്ക്ക് വിൽക്കാനായിട്ട് ഈ ചെരുപ്പ് അതൊന്നും മേടിച്ചിടരുത്. അതിൻ്റെ ഇരട്ടി ആശുപത്രി പൈസ കൊടുക്കേണ്ടി വരും. എവിടെയെങ്കിലും വീണ് നടുവ് നട്ടല് ഒടിഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ചെരുപ്പ് ന്യായമായിട്ട് പൈസ കൊടുത്ത് നല്ല ഗ്രിപ്പുള്ള ചെരുപ്പ് മേടിക്കുക, അതുപയോഗിക്കുക. 2, നമ്മൾ നടക്കുമ്പോഴത്ത് കുളിമുറി ആയിക്കോട്ടെ എവിടെയൊക്കെ ശ്രദ്ധിക്കുക. ഇത് മഴക്കാലമാണ്. പിന്നെ ക്ഷേത്രത്തിൽ ചെന്നാൽ കുളത്തിലൊന്നും ഇറങ്ങണ്ട, എല്ലാം വഴുവഴുപ്പായിരിക്കും. ഇതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ദോഷസമയമുള്ളവർ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ നക്ഷത്രക്കാരെ എടുത്തു പറഞ്ഞത് കേട്ടോ. അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ശ്രദ്ധിച്ച് ഒഴിവാക്കാം. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും പലർക്കും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, നടന്നിട്ടുമുണ്ട്. ശ്രദ്ധിച്ചവർക്കൊന്നും ഒരു കുഴപ്പമില്ലതാണ്. അപ്പം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ. എല്ലാവർക്കും ഗുണം ഉണ്ടാകാൻ വേണ്ടി പറയാം. ഇനിയെങ്കിലും ആർക്കും വീഴ്ചകൾ. ഇപ്പോൾ ഒരു പൂരംകാരൻ വീണ് നടുവിന് ക്ഷതമേറ്റു. ഞാനിത് വീഡിയോക്കകത്ത് നേരത്തെ വീഡിയോ കാണുന്നവർക്കില്ല, കുറേ ആയി പറയാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇതൊന്നും ആരും ശ്രദ്ധിക്കത്തില്ല. ചിലർ പറയും, സാറേ ഞാൻ ഇത് വീണ് കണ്ട, ഞാനിപ്പോഴാണ് വീഡിയോ കാണുന്നത്, ഇത് നേരത്തെ കണ്ടിരുന്നാൽ ഞാനൊന്ന് ശ്രദ്ധിച്ചു തന്നെ ചിലപ്പോൾ വീഴത്തില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ശ്രദ്ധിക്കാത്ത എൻ്റെ കുഴപ്പമാണ്. വീഡിയോ ഞാൻ എന്നും ഇടുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കാണുന്നില്ല. അതിപ്പോൾ ഞാനെന്ത് ചെയ്യാനാണ്? ഒരു ദോഷ സമയങ്ങളിൽ നമ്മുടെ ശരീരത്തിന് ഏതെങ്കിലും ഒരു പരിക്ക് പറ്റിയാൽ അതിൻ്റെ കോൺസിക്വൻസ്, പരിണിത ഫലം ഭാവിയിലേക്കും അലട്ടാം. ഒരു ഒടുവ ചതവൊക്കെ ഉണ്ടായി പിന്നെയും ചിലപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഭാവിയിലും ഉണ്ടാകാം. അതുകൊണ്ടാണ് ദോഷ സമയങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇനിയും DNA അസ്ട്രോളജി അനുസരിച്ച് ഈ നക്ഷത്രക്കാർക്കെല്ലാം മുഴുവൻ മോശമാണെന്നോ ഒന്നുമല്ല. നല്ല കാര്യങ്ങളും നടക്കാം, സാമ്പത്തികമായ ഗുണങ്ങളും ഉണ്ടാകാം, ഐശ്വര്യമുള്ള മംഗളമുള്ള നല്ല കാര്യങ്ങളും നടക്കാം. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നത് എന്നുവെച്ചാൽ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകുമെന്നല്ല, ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഗുണം ഉണ്ടാകത്തില്ല. ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും, ഒരു കുഴപ്പമില്ല. നമുക്ക് ഒരു ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഒരു വീഴ്ചകളും പല ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാൻ സാധിക്കും കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതാണ്. അല്ലാതെ ഈ നക്ഷത്രക്കാർക്ക് 6-8 മാസം മൊത്തം മോശമാണെന്നല്ല പറഞ്ഞത്. നല്ല കാര്യങ്ങളും നടക്കാം. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ശ്രദ്ധിക്കുന്നതുകൊണ്ട് ദോഷം ഉണ്ടാകത്തില്ല, ഗുണമേ ഉണ്ടാകത്തുള്ളൂ. ആ നിലയിലാണ് പറഞ്ഞത്. അതായത് ആർക്കും ഒരു ബുദ്ധിമുട്ടുകളും വരരുത് എന്ന ആഗ്രഹത്തിലാണ് പറയുന്നത്. അശ്വതി, ആയില്യം, അനിഴം, പൂരുരുട്ടാതി ഈ നക്ഷത്രക്കാർ DNA അസ്ട്രോളജിയാണ്, തമിഴ് ശുദ്ധ ജ്യോതിഷമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിൽ അല്ലെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അശ്വതി, ആയില്യം, അനിഴം, പൂരുരുട്ടാതി ഒന്നുകിൽ ഇതിലേതെങ്കിലും 2 നക്ഷത്രം കാണാൻ സാധ്യതയുണ്ട്. അല്ലെ 3 നക്ഷത്രം, അല്ലെ 4 നക്ഷത്രം, അല്ലെ 2 നക്ഷത്രമെങ്കിലും അങ്ങനെ നിങ്ങളുടെ വീട്ടിലോ കുടുംബത്തിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിന് സൂര്യകർമ്മയും വ്യാഴകർമ്മയും ഉണ്ട്. തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച്, DNA അസ്ട്രോളജി അനുസരിച്ച് സൂര്യകർമ്മയും വ്യാഴകർമ്മയും ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വരുന്ന ഒരു കുഴപ്പം എന്നാണെന്നറിയോ? പ്രധാനമായിട്ടും പിതാവിൽ നിന്നുള്ള ഗുണങ്ങൾ കുറഞ്ഞിരിക്കും. ചിലർ പിതാവിന് ചിലപ്പം വയ്യായിരിക്കും, അല്ലെങ്കിൽ പിതാവ് ചിലപ്പം കുറേ കട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പിതാവിൻ്റെ ബിസിനസ് തകർന്ന് കാണും, അല്ലെങ്കിൽ പിതാവിന് വലിയ സാമ്പത്തികമൊന്നും കാണത്തില്ല. അപ്പോൾ ഇവർക്ക് അതിൻ്റെ ഒരു സഫറിങ്സ് ഇവർക്ക് ഈ നക്ഷത്രത്തിൽപ്പെട്ട ഇവരെ കൂടുതലായിട്ട് അതിൻ്റെ ഒരു പോരായ്മ പരിഹരിക്കേണ്ടതായിട്ട് വരാം. 2, ഇവർക്ക് സന്താന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും ചിലപ്പോൾ ചില ഒരു മനോദുഃഖങ്ങളോ അവരുടെ ഉയർച്ചയ്ക്ക് തടസ്സങ്ങളോ ഒക്കെ ഉണ്ടാകാം. ഇനിയും ഇതെല്ലാം സാമാന്യ ഫലങ്ങളാണ് കേട്ടോ, എല്ലാം അങ്ങനെ മനസ്സിലാക്കുക ഈ വീഡിയോ പറയുന്ന മുഴുവൻ. എങ്കിലും നിങ്ങൾ അറിയുന്നതുകൊണ്ട് ഗുണമുണ്ടാകും. ഇനി ഒരച്ഛൻ്റെ മക്കൾ തന്നെ ഈ നക്ഷത്രങ്ങളിൽ ഈ 4 നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഇപ്പോൾ 2 അശ്വതി, അല്ലെ 2 ആയില്യം, അല്ലെ 2 അനിഴം, അല്ലെ 2 പൂരുരുട്ടാതി, അല്ലെങ്കിൽ ഒരാൾ അശ്വതി ഒരാൾ ആയില്യവും, അങ്ങനെ ഏത് വിധേനയും ഒരച്ഛൻ്റെ തന്നെ മക്കൾ ഈ 4 നക്ഷത്രത്തിൽ ഏതെങ്കിലും 2 നക്ഷത്രങ്ങൾ വരികയോ 3 നക്ഷത്രങ്ങൾ വരികയോ അല്ലെങ്കിൽ ഒരു നക്ഷത്രം തന്നെ 2 തവണ ആവർത്തിക്കുകയോ ചെയ്താൽ ആ കുടുംബത്തിൽ സൂര്യകർമ്മ അല്ലെങ്കിൽ സൂര്യകർമ്മയും വ്യാഴകർമ്മയും ഉണ്ട്. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ആ വീടിന് ഐശ്വര്യം ഉണ്ടാകാൻ അല്ലെങ്കിൽ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകാൻ ശിവക്ഷേത്ര ദർശനം വളരെ മാറ്റം വരുത്തും.
വെള്ള വസ്ത്രം എടുത്തുകൊണ്ട് വേണം ശിവക്ഷേത്രത്തിൽ പോകാൻ. എന്ന് പോകണം? ഞായറാഴ്ച പോകണം. കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും, കാരണം ഞാൻ ചെയ്തവർക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട്. ഞായറാഴ്ച പോകണം. എന്നിട്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന വഴിപാട് ചെയ്യുക. ഭഗവാന് പാൽപ്പായസം കൊടുക്കാം, അല്ലെങ്കിൽ വെള്ള നൈവേദ്യം കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന. പറഞ്ഞാൽ മനസ്സിലായോ? പിന്നെ ചെയ്യേണ്ടത് അന്നദാനം, വസ്ത്രദാനം, ഇതൊക്കെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. അതെപ്പം വേണമെങ്കിലും ചെയ്യുക. മാസത്തിൽ ഒരു ദിവസം എന്തെങ്കിലും ചെയ്യുക. വലിയ മാറ്റമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനിയും പറയാൻ പോകുന്നത് പുണർദം, ചോതി, അവിട്ടം. ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിൽ ഒന്നുകിൽ ഈ 3 നക്ഷത്രം ഉണ്ടാകുക, അല്ലെങ്കിൽ 2 ഇതിലേതെങ്കിലും പുണർദം ചോതിയോ, അല്ലെ ചോതി അവിട്ടവോ, അല്ലെ അവിട്ടവോ പുണർദോ, ഇങ്ങനെ ഏതെങ്കിലും 2 നക്ഷത്രം വരിക, അല്ലെങ്കിൽ ഒരു നക്ഷത്രം തന്നെ 2 തവണ വരിക. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശനി കർമ്മയും ചൊവ്വകർമ്മയും ആ കുടുംബത്തിനുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഞാൻ പ്രത്യേകിച്ച് ഇത് പറയാൻ വേണ്ടി ഇന്ന് ഈ നക്ഷത്രത്തെക്കുറിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം പറയാൻ പോകുന്നത്. ഞാൻ എത്രയോ 10,000-കണക്കിന് ഗ്രഹനില പരിശോധിച്ചതും എത്രയോ കുടുംബ ജീവിതങ്ങൾ കണ്ടതിൽ ഈ നക്ഷത്രങ്ങൾ ഒരു വീട്ടിൽ 2 പേർക്കുണ്ട്. അതായത് പുണർദം ചോതി ആവട്ടോ, പുണർദം ചോതിയോ, അല്ലെ ചോതി ആവട്ടവോ, അല്ലെ പുണർദം ആവട്ടവോ, ഇങ്ങനെ എങ്ങനെ വേണേലും 2 പേർക്കോ, അതോ 2-ൽ കൂടുതൽ ആളുകൾക്കോ, അല്ലെ 2 പേർക്കോ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു അച്ഛൻ്റെ തന്നെ 2 മക്കൾക്കുണ്ടെങ്കിൽ അവിടെ ചില കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ് കാണുന്നുണ്ട്. എന്താണെന്നറിയുമോ? അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ്, അപ്രതീക്ഷിതമായിട്ട് ചില അപകടങ്ങൾ. ചിലപ്പോൾ വാഹനമായിരിക്കും, ചിലപ്പം ഒരു ആരോഗ്യ പ്രശ്നമായിട്ട് ചിലപ്പോൾ കിടപ്പിലാകുക, അല്ലെങ്കിൽ ആരോഗ്യപരമായ ദുരിതങ്ങളുണ്ടാകുക, ചിലപ്പോൾ സാമ്പത്തിക തകർച്ച, ചിലപ്പോൾ എന്ത് ചെയ്താലും ഒരു കടവും ബാധ്യതകളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെ സാധ്യതയാണ്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണം നിർബന്ധമില്ല. അവരവർ ജനിച്ച സമയം, ഗ്രഹനില വെച്ച് ഇതിലൊക്കെ മാറ്റം വരും. ഞാനിപ്പം ജസ്റ്റ് നക്ഷത്രം വെച്ച് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സാമാന്യ ബലമാണെന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ പലയിടത്തും അത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ വരുമെന്ന് അർത്ഥമില്ല കേട്ടോ. കാരണം ജനിച്ച സമയം വെച്ച് ഇതെല്ലാം മാറ്റം വരും. നാളെ വെച്ചായി പറയാനും. അപ്പോൾ ഈ നക്ഷത്രക്കാർ, 2 നക്ഷത്രക്കാർ ഒരു വീട്ടിലോ ഒരു കുടുംബത്തിലോ ഇങ്ങനെ വരികയാണ്, 2 3 അല്ല 2 ആണെങ്കിലും വരികയാണെങ്കിൽ എന്തു ചെയ്യണം? കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും, ശിവൻ, ഭദ്രകാളി. കാരണം ഞാൻ പറഞ്ഞു ചെയ്തവരെല്ലാം നല്ല ഐശ്വര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്, അവർക്കൊന്നും കുഴപ്പമില്ല. എന്താ ചെയ്യേണ്ടത്? ശിവൻ, ഭദ്രകാളി. ശിവന് തിങ്കളാഴ്ച പാൽപ്പായസം, ഭാഗ്യശുക്ത പുഷ്പാഞ്ജലി, നെയ്വിളക്ക്. ശനിയാഴ്ച വൈകിട്ട് ഇത് തന്നെ ചെയ്യുക ശിവന്. വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് കടുംപായസം, രക്തപുഷ്പാഞ്ജലി, ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചനയോ അല്ലെ ചെമ്പരത്തിമാലയോ. കുളമുള്ള ക്ഷേത്രമാണ് മലര് കൊണ്ട് മീനോട്ട് നടത്തുക. മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ രാവിലെ ഒരു ഗണപതി ഹോമം പോയിട്ട് ഭഗവതി സേവനം കൊടുക്കുക. കറുത്തവാമനന്ന് ഭദ്രകാളി ക്ഷേത്രത്തിൽ അമ്മയ്ക്ക് കടുംപായസവും ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചനയും വെള്ളപ്പൂക്കൾ കൊണ്ടുള്ള അർച്ചനയും ഒരു നെയ്വിളക്ക് നൽകുക. കുളത്തിൽ മലർ കൊണ്ട് മീനോട്ട് നൽകുക. ഏറ്റവും നല്ല റിച്ചായിട്ട്, ഏറ്റവും വലിയ സമ്പന്നനായിട്ട്, ഏറ്റവും വലിയ ഐശ്വര്യമുള്ളവനായിട്ട്, ഏറ്റവും വലിയ ഭാഗ്യമുള്ളവരായിട്ട് വരിക. ഒരു സംശയം വേണ്ട. ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിളാണ്. അറിയേണ്ടത് അറിയണം, ചെയ്യണം, സാധിക്കുന്ന പോലെ ആവർത്തിക്കണം, സന്തോഷമായിരിക്കുക. അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഇതെല്ലാം ചില സാധ്യതകളാണ് ഞാൻ പറയുന്നത്. അതായത് അങ്ങനെ ഉണ്ടാകണം നിർബന്ധമില്ല. ഇങ്ങനെ പലയിടത്തും ഞാനത് കണ്ടിട്ടുണ്ട്. എനിക്കതിന് ചില വിഷമം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞിരുന്നത്. കുറേ ആളുകൾക്ക് അത് ഗുണമാകും. പക്ഷേ ഇങ്ങനെ ഉണ്ടാകണം നിർബന്ധമില്ല. ജനിച്ച സമയം അനുസരിച്ച് ഇതൊക്കെ മാറ്റം വരും. ഇപ്പോൾ നക്ഷത്ര ബേസ് ചെയ്ത് പറയുന്നതാണ്. അവനവൻ ജനിച്ച സമയം അനുസരിച്ച് ഇതിലെല്ലാം മാറ്റം വരാം. അതുപോലെ തന്നെ പുണർദം ചോതി ആവട്ടെ ഞാൻ പറഞ്ഞു. ഇനിയും പറയാൻ പോകുന്ന പൂയം, വിശാഖം, ചതയം. പൂയം, വിശാഖം, ചതയം. ഈ നക്ഷത്രക്കാർ ഏതെങ്കിലും 2 നക്ഷത്രമോ അല്ലെങ്കിൽ 3 നക്ഷത്രമോ അല്ലെങ്കിൽ ഒരു നക്ഷത്രം തന്നെ 2 തവണയോ ഒരു കുടുംബത്തിൽ ഒരു വീട്ടിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിന് രാഹു കർമ്മയും ചന്ദ്രകർമ്മയും ഉണ്ട് എന്ന് പറയും. അപ്പം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അവിടെ അവർ ചിലപ്പം ഇൻ്റർ കാസ്റ്റ് മാരേജ്, മറ്റുള്ളവരെ അല്ലെങ്കിൽ സമുദായം മാറി, അല്ലെങ്കിൽ മതം മാറി, അല്ലെങ്കിൽ ഒരു പ്രേമവിവാഹങ്ങൾ, ഇങ്ങനെയുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില ഒരു കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല, ചിലപ്പോൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ഇവർക്ക് സാമ്പത്തികമായിട്ട് വലിയൊരു ബാധ്യത ചിലപ്പം ഏത് വിധേനയാണേലും ചിലപ്പോൾ ഉണ്ടാകാം. നിർബന്ധമില്ല, ഒഴിവാക്കാം. ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, അതിനുവേണ്ടി പറയുന്നത്. സാമ്പത്തികമായ വലിയ ബാധ്യതകൾ ഒന്നും എടുത്ത് തലയിൽ വെക്കരുത്. ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ കൂടെ വീട്ടാവുന്ന രീതിയിലുള്ള ബാധ്യതകളായിരിക്കണം. പൂയം, വിശാഖം, ചതയം. ഇവർക്ക് പെട്ടെന്ന് മാറ്റം വരാൻ ഏറ്റവും നല്ല കാര്യവും
സർപ്പത്തിന് നെയ്വിളക്ക് പെട്ടെന്ന് മാറ്റം വരും. അതുപോലെ ഭദ്രകാളിയെ മുറുകെ പിടിക്കുക. ഭദ്രകാളിക്ക് വെള്ളിയാഴ്ചകളിൽ കടുംപായസം, അഷ്ടോത്തരാർച്ചന, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഇത് ചെയ്യുക. വെള്ളിയാഴ്ച സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. പെട്ടെന്ന് ജീവിതം മാറും. ഭദ്രകാളിയെ പിടിച്ചാൽ മതി, ഉറപ്പാണ്. പിന്നെ ശിവക്ഷേത്രത്തിൽ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ശനിയാഴ്ച പാൽപ്പായസം, നെയ്വിളക്ക്, പാർവതി ദേവിക്ക് പിൻവിളക്ക്, ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഇത് മാസത്തിൽ 1 വീതം ആവർത്തിക്കുക. പക്കനാളിന് ശിവന് കരിക്കഭിഷേകം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, വെള്ള നിവേദ്യം, പിൻവിളക്ക് ഇത് ആവർത്തിക്കുക. പിന്നെ ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് ചിലപ്പോൾ ദേശം വിട്ട് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ സഞ്ചരിക്കേണ്ടതായിട്ടോ അങ്ങനെയുള്ള അവസരങ്ങളും വരാം. പലർക്കും ഇപ്പം കണക്ക് സംബന്ധമായ തൊഴിലുകൾ, മെഡിസിൻ സംബന്ധമായ തൊഴിലുകൾ, അല്ല ഫിനാൻസ് സംബന്ധമായ തൊഴിലുകൾ, ഇത്തരം തൊഴിലുകൾ, അല്ലെ ട്രാൻസ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ, ഇങ്ങനെയുള്ള അല്ലെ പൊതുജനങ്ങളുമായിട്ട് ചിലപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകരോ ചിലപ്പോൾ ഒരു പഞ്ചായത്തിൻ്റെ ഒരു അംഗമോ ഇപ്പം മെമ്പറോ എന്തോ ആയിക്കോട്ടെ, അല്ലെ ഏതെങ്കിലും സംഘടനകളുടെ പ്രവർത്തനമോ ഇതിൻ്റെയൊക്കെ ഭാഗവത്താകാനോ അല്ലെങ്കിൽ ഒക്കെ ചിലർക്ക് ചില അവസരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇങ്ങനെയുള്ളവരെ കൂടുതലും വീട്ടിനെക്കാട്ടിലും നാടിനാണ് പലപ്പോഴും അവരെ കൊണ്ട് ഉപകാരം ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞാൽ, ചിലരെങ്കിലും ഞാനങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവരുടെ കഴിവ് കൂടുതലും മറ്റുള്ളവർക്കാണ്. വീട്ടുകാരെക്കാട്ടിലുപരി മറ്റുള്ളവർക്ക്, വീടിന് വെളിയിലുള്ള നാട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെയാണ്, അല്ലെങ്കിൽ നാട്ടുകാർക്കൊക്കെ കൂടുതൽ ഉപകാരികളായിരിക്കും. പക്ഷെ വീടിനും ഉപകാരികളായിട്ടുള്ളവരുണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞ്. പക്ഷേ എങ്കിലും ചിലർക്കെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ഈശ്വരാധീനം ഉണ്ടാകുമ്പോൾ ഇതെല്ലാം മാറ്റം വരും. നാടിന് ഉപകാരം ഉണ്ടാകും, വീടിന് ഉപകാരം ഉണ്ടാകും. വീടിന് ഉപകാരം ഉണ്ടാകാത്തത് ഒരു ഈശ്വരാധീനത്തിന് കുറവാണ്. അപ്പോൾ അതിനാണ് ഞാൻ പിതൃപ്രീതിക്ക് വേണ്ടി എന്തു പറഞ്ഞു, ഈ ശിവന് പറയുന്നതും ഭദ്രകാളിക്ക് പറഞ്ഞതും സർപ്പത്തിന് പറഞ്ഞതും ചെയ്താൽ മതി. ഇനി ഇത് ചിലർക്ക് ചിലപ്പോൾ ഉത്തരവാദിത്തങ്ങൾ വഹിക്കാൻ വളരെ സാധ്യതയുള്ളവരാണ്. ചിലപ്പോൾ സർക്കാർ, അല്ലെ തത്തുല്യമായ മറ്റു മേഖലകൾ, അല്ലെ ബാങ്കിങ് എന്ന് വേണ്ട ഉത്തരവാദിത്വം വഹിക്കാനുള്ള കഴിവുള്ളവരാണ്. ചിലർക്ക് സർക്കാർ ജോലികളോ അല്ലെങ്കിൽ അതുപോലെ തത്തുല്യമായ മേഖലകളോ അല്ലെങ്കിൽ ഏതൊരു പ്രൈവറ്റ് സ്ഥാപനമാണെങ്കിൽ അവിടുത്തെ കൂടുതൽ ഉത്തരവാദിത്വങ്ങളോ ഇങ്ങനെയുള്ള കാര്യങ്ങളും അധിക ഉത്തരവാദിത്വം, ശ്രദ്ധിച്ചു കേട്ടോണം, അധിക ഉത്തരവാദിത്വം. ഒരു ഉത്തരവാദിത്വം ഇവർക്ക് ഭയങ്കര ഉത്തരവാദിത്വമായിരിക്കും. എന്ന് വെച്ചാൽ ഇവർ ചെയ്യേണ്ട ജോലിയെക്കാട്ടും കൂടുതൽ ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും, ഇവർക്കുണ്ടാകാറുണ്ട്. ഞാൻ പറയുന്നത് കൃത്യം അസ്ട്രോളജി, തലമുടി നാരിഴ കീറി മുറിച്ച അസ്ട്രോളജി, DNA അസ്ട്രോളജി, അത് കൃത്യമാണ്, സത്യമാണ്. അത് സിദ്ധന്മാരുടെ അസ്ട്രോളജിയാണ്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് മുഴുവൻ കാണുന്നത്. അപ്പോൾ ഇതിനൊക്കെ പറഞ്ഞ പരിഹാരം ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. ഇനിയും കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും. ഏതാണ്? കാർത്തിക, മൂലം, പൂരം, രേവതി ഈ നക്ഷത്രങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പം ഇതിലേതെങ്കിലും രണ്ട് നക്ഷത്രമോ ഇപ്പം കാർത്തികയും പൂരമോ അല്ലെങ്കിൽ മൂലവും രേവതിയുമോ അല്ലെങ്കിൽ കാർത്തികയും മൂലമോ അല്ലെങ്കിൽ മൂലവും പൂരമോ അല്ലെങ്കിൽ മൂലവും രേവതിയോ ഇങ്ങനെ ഏതെങ്കിലും ഈ നക്ഷത്രങ്ങളിൽ 2 നക്ഷത്രമോ അല്ലെങ്കിൽ ഇത് ഒരു നക്ഷത്രം തന്നെ 2 പേർക്ക്, അതായത് പൂരം 2 പേർ ഒരു വീട്ടിൽ 2 പേർക്ക്, അല്ലെ കാർത്തിക 2 പേർക്ക്, അല്ലെ മൂലം 2 പേർക്ക്, ഇങ്ങനെ എങ്ങനെ വന്നാലും അല്ലെങ്കിൽ രേവതി 2 പേർക്ക്, അല്ലെ മൂലവും പൂരവും കൂടെ ഒരു വീട്ടിൽ, അല്ലെ കാർത്തികയും പൂരവും കൂടെ ഒരു വീട്ടിൽ, അല്ലെ മൂലവും രേവതിയും കൂടെ ഒരു വീട്ടിൽ, അല്ലെ കാർത്തികയും രേവതിയും കൂടെ ഒരു വീട്ടിൽ, അല്ലെ പൂരം രേവതിയും കൂടെ ഒരു വീട്ടിൽ, അല്ലെ മൂലവും രേവതിയും കൂടെ ഒരു വീട്ടിൽ, ഇങ്ങനെ എങ്ങനെ വന്നാൽ ഈ രണ്ടിലേതെങ്കിലും നാളുകൾ ഒരുമിച്ച് ഒരു വീട്ടിൽ വന്നാൽ എന്താണ് കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും? അഭിപ്രായ വ്യത്യാസങ്ങൾ, കലഹം, വഴക്ക് ഇതിനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഒന്നുകിൽ മാതാവുമായിട്ടോ പിതാവുമായിട്ടോ അഭിപ്രായ വ്യത്യാസങ്ങൾ, അല്ലെ കലഹങ്ങൾ, അല്ലെങ്കിൽ ഒരു മനസ്സമാധാനമില്ലായ്മ, അല്ലെ ചെയ്യുന്ന തൊഴിലിൽ നിന്നൊരു എത്ര ചെയ്തിട്ട് രക്ഷപ്പെടാത്തൊരവസ്ഥ, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികൾ, ഇങ്ങനെ പല കാരണം ഈ നക്ഷത്രങ്ങൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ചൊവ്വാകർമ്മയും വ്യാഴകർമ്മയുമാണ് ആ കുടുംബത്തിനുള്ളത്. ചൊവ്വാകർമ്മ എന്ന് പറഞ്ഞാൽ കലഹങ്ങൾ ഉണ്ടാകും, മാത്രമല്ല സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാക്കാം. വ്യാഴകർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മുടെ ധനം
നമ്മുടെ ഉത്സാഹം ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു കുറവ് വരും. ഉത്സാഹം കുറയുകയും മനസ്സിന് ക്ലേശം ഉണ്ടാകുകയും എപ്പോഴും കലഹം വഴക്കുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു സമാധാനമില്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടാകാം എന്ന് കരുതി ഇത് എല്ലാവർക്കും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ചിലർക്കെങ്കിലും അങ്ങനെ അനുഭവമാകാം. അവനവൻ ജനിച്ച സമയം അനുസരിച്ച് ഇതിലെല്ലാം വ്യത്യാസം വരും. അങ്ങനെയാണെങ്കിൽ എല്ലാ നാളുകാരും അവർ ജനിച്ച സമയവും ഗ്രഹനിലയൊക്കെ അനുസരിച്ച് അതിലൊക്കെ വ്യത്യാസം വരും. ഇത് പറയുന്ന സാമാന്യ ഫലങ്ങളാണ്. അപ്പോഴേ ഇതിന് എന്തു ചെയ്യണം? കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും. വെള്ളിയാഴ്ച അടുത്തുള്ള ഭദ്രകാലക്ഷേത്രത്തിൽ കടുംപായസം ചെമ്പരത്തിമാല നൽകുക, അമ്മയോട് സങ്കടം പറയുക, അമ്മയെ വിശ്വസിക്കുക, കുളത്തിൽ മലരൂട്ട് നടത്തുക, ഇത് ആവർത്തിക്കുക. വ്യാഴാഴ്ച കൃഷ്ണന് 4 നെയ്വിളക്ക് സമർപ്പിക്കുക. ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കൂടെ ചെയ്യുക, പുരുഷ സൂക്താർച്ചനയും ചെയ്യുക. സാധിക്കുമ്പോൾ ആവർത്തിക്കുക. ഇനിയും മാസത്തിൽ 1 പാൽപ്പായസം കൂടെ കൊടുക്കുക, അത് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുക. അങ്ങനെ ആവർത്തിക്കുക. മലയാള മാസം 1-ാം തീയതി ചൈതന്യം കൂടുതലുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോകണം. എന്നുവെച്ചാൽ അമ്പലപ്പുഴയോ ആറന്മുളയോ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ ഗുരുവായൂരോ എന്ന് വേണ്ട, എൻ്റെ മനസ്സിൽ തോന്നിയ കുറേ ക്ഷേത്രം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ചൈതന്യം കൂടുതലുള്ള നിങ്ങളുടെ വീടിൻ്റെ അവിടെ ദൂരെയുള്ള ഏതെങ്കിലും കൃഷ്ണക്ഷേത്രത്തിൽ പോകണം. ഇത് മാസത്തിൽ ഒരു മാസത്തിൽ 1-ാം തീയതി ഏതെങ്കിലും ദിവസം പോകാം. 1-ാം തീയതി വ്യാഴാഴ്ചയോ ഇതിലേതെങ്കിലും ഒന്നാണ് കൂടുതൽ നല്ലത്. ഇനി അതല്ല, നിങ്ങൾക്ക് പറ്റുന്ന ഏതെങ്കിലും ദിവസം പോകാം. ഇത് മാസത്തിൽ 1 വീതം ആവർത്തിച്ചോണം. ഞാൻ പറഞ്ഞ് ചെയ്തവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്, ശരിയായിട്ട് ചെയ്തവർ. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും, ഏറ്റവും ഉയർച്ചകൾ ഉണ്ടായി വരും. എത്രയോ അനുഭവങ്ങൾ. ഇതെല്ലാം ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ്. അറിഞ്ഞുകൊണ്ട്, ചെയ്തുകൊണ്ട്, മനസ്സിലാക്കിയുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ എല്ലാം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും കുറച്ച് ആളുകളെ കാണുന്നുള്ളൂ, വ്യൂസ് വളരെ കുറവാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ഈശ്വര ഈ നല്ല കാര്യങ്ങൾ പറഞ്ഞാലും അങ്ങനെയൊന്നും കാണണ്ട. അവിടെ ഇവിടെയും പോയി ഓരോ അബദ്ധങ്ങളിൽ ചാടി അങ്ങനെ എന്നിട്ട് കരഞ്ഞുകൊണ്ട് കിടക്കാൻ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ നിങ്ങളുടെ മുന്നേ നല്ല കാര്യങ്ങളും ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് അത് കണ്ടില്ല, അത് കാണത്തില്ല? അതാണ് മനുഷ്യൻ്റെ ഒരു കുഴപ്പം. അപ്പോൾ അത് ഓരോരുത്തരുടെ തലവര, അല്ലെങ്കിൽ കർമ്മദോഷം, അല്ലെങ്കിൽ ദൈവാധീനം ഇല്ലായ്മ കൊണ്ടായിരിക്കും. എന്തായാലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പ്രയോജനപ്പെടുത്തുക. ആവശ്യമുള്ളവർക്ക്, നമ്മൾ പറഞ്ഞാൽ കേൾക്കുമെന്നുള്ളവർക്ക്, അത്യാവശ്യക്കാർക്ക് വേണമെങ്കിൽ ഇത് നല്ല കാര്യങ്ങൾ, വഴിപാടുകളും കാര്യങ്ങളും ഈ സ്വർണ്ണലക്ഷ്മി വിദ്യയൊക്കെ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കുക. നമ്മളോട് പുച്ഛമുള്ള, അഹങ്കാരമുള്ള, ഞാനായി ലോകം മൊത്തം നിയന്ത്രിക്കുന്ന ചിന്തയുള്ള, അല്ലെ എന്നെ കവിഞ്ഞ് ആരും ഇല്ലെന്നുള്ള ചിന്തയുള്ള അങ്ങനെയുള്ളവരെ നമ്മുടെ അയലോക്കത്ത് പോലും അടുപ്പിക്കരുത്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ശിവപാദങ്ങൾ സ്മരിച്ചുകൊണ്ട്, ഓം ശിവായ നമ എന്നവ ശിമ മവയ നശി ശിയ നമവ വശിമയന ഓം ശിവ 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 ശിവ. ഇത് ഞാൻ ജപിച്ചത് എനിക്ക് വേണ്ടിയല്ല, ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും വേണ്ടിയാണ്. ശിവോഹം ശിവ 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 ശിവ.